ഇത്രത്തോളം സൗണ്ട് ഈ ഒരു വീലിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം വരുന്നുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയ ബെയറിംഗ് ആണത്. അപ്പോൾ രണ്ടും മാറാണ്, കാരണം രണ്ടും പോയിട്ടുണ്ട്, രണ്ടും നല്ല രീതിയിൽ ഇളകുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. ആ ഒരു ലെറ്ററിംഗ് ഒക്കെ ഉള്ളത് നമ്മൾ അകത്തേക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതൊന്നും ഇല്ലാത്ത ഭാഗങ്ങൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഭാഗം പുറത്തേക്കാണ് നിൽക്കുന്നത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ബെയറിംഗ് ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര നാളിനിടയിൽ ഇതുവരെ മാറ്റിയിട്ടില്ല. 9 വർഷമായിട്ട് ഇപ്പോൾ വണ്ടി ഏകദേശം 90,000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ വീഡിയോന് താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ആ ടയർ ഹഗർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും പുതിയ സസ്പെൻഷൻ വെച്ച കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുക. ഇതിൻ്റെ ഇപ്പോൾ നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തില്ല. ഇത്രത്തോളം സൗണ്ട് ഈ ഒരു വീലിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം വരുന്നുണ്ട്. അതുപോലെ വീല് കറങ്ങുമ്പോൾ ബെയറിങ്ങിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രത്തോളം സൗണ്ട് നമ്മുടെ ബെയറിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബെയറിങ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബെയറിങ് മേടിച്ചിട്ടുണ്ട് ഓൾറെഡി. ബെയറിങ് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ഒറിജിനൽ ജെന്യൂൻ പാർട്ട് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കട്ടറൊക്കെ ചാടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റ് മുമ്പ് പുതിയത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ കോൺസെപ്റ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സൗണ്ടല്ല, ഫ്രണ്ടിൽ ഈ ബെയറിങ് പോയതിൻ്റെ രീതിയിലുള്ള നല്ല സൗണ്ട് തന്നെ ഇപ്പോൾ വരുന്നുണ്ട് വണ്ടിയുടെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ ബെയറിങ് ചേഞ്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരുപാട് നാളായി, ഏകദേശം 9 വർഷത്തോളമായി ഇപ്പോൾ ബെയറിങ് ചേഞ്ച് ചെയ്തിട്ട്. അതും ഏകദേശം 90,000 കിലോമീറ്റർ അടുത്തായി വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്ററിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ബെയറിങ് ഇതുവരെ പോയിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഇതിൻ്റെ മീറ്റർ നോക്കിയാൽ അറിയാം, 90,041 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ബെയറിങ്ങിൻ്റെ ലൈഫ് ഏകദേശം. അത് നമ്മൾ കൂടുതൽ ഈ ഇടയ്ക്ക് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ കൂടെ കുറച്ച് ഓടിച്ചുകൊണ്ട് കിടക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ബെയറിങ്ങിൻ്റെ ഉള്ളിലുള്ള ഗ്രീസും അതേപോലെ ആ ഒരു ലൂബ്രിക്കേഷൻ കാര്യങ്ങളെല്ലാം പോകും. അങ്ങനെയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോയത്. അപ്പോൾ ഇതാണ് ബെയറിങ് വന്നിട്ടുള്ളത്. നമുക്ക് 113 രൂപയാണ് ബെയറിങ്ങിന് വന്നിട്ടുള്ളത്. അങ്ങനെ 2 ബെയറിംഗ് ആണ് വേണ്ടത്. രണ്ടും സെയിം ബെയറിങ് തന്നെയാണ്. അപ്പോൾ എന്തായാലും 2 ബെയറിങ് നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീൽ ആദ്യം തന്നെ റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബെയറിങ്ങിൻ്റെ അവസ്ഥ. ബെയറിങ് ഫുള്ള് ലൂസായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ലോണം ഇളകുന്നുണ്ട്. അപ്പോൾ ഏകദേശം 90,000 കിലോമീറ്റർ ഓടിയ ബെയറിംഗ് ആണത്. അപ്പോൾ രണ്ടും മാറാണ്, കാരണം രണ്ടും പോയിട്ടുണ്ട്, രണ്ടും നല്ല രീതിയിൽ ഇളകുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല, നല്ല രീതിയിൽ ഇളകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അഴിച്ചെടുക്കുമ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് അഴിച്ചെടുത്തത്. കാരണം ഇത് വരുന്നത് ഇതേപോലെ ഒരു റോഡ് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ആക്സിൽ കണക്റ്റായി പോയിട്ട് നമ്മുടെ വീലുകൾ തിരിയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഭാഗം ഇവിടെ വരുമ്പോൾ ഫിറ്റ് ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ലിയറൻസും ഇതും തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ ഒരു ചെറിയ വ്യത്യാസങ്ങളാണ് നമ്മൾ തട്ടി ഊരണത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ തട്ടി ഊരിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും തട്ടി ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ ഷാർപ്പ് എഡ്ജുള്ള എന്തെങ്കിലും റൗണ്ട് റോഡ് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ തട്ടി ഊരിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അലോയ് വീലിന് ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിൽ പയ്യൊക്കെ അടിക്കുക. ഒരു പരിധി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അലോയിൻ്റെ ഈ ഒരു ഏരിയ ഡാമേജ് ആവാനും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ വീൽ ബെയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെയറിങ് പുതിയത്. അത്യാവശ്യം കുറച്ച് മാത്രമേ അതിൽ ഗ്രീസൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിൽ എന്തായാലും ഗ്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കൂടി ഇതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒട്ടും തന്നെ ഒരു ലൂസോ കാര്യങ്ങളൊന്നുമില്ല പുതിയതായതുകൊണ്ട് തന്നെ. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഗ്രീസ് ഉണ്ട്, ഈ ഒരു സൈഡിലായിട്ടില്ല. നമുക്ക് ഈ ബെയറിങ് എഴുത്ത് വരുന്നൊരു ഭാഗമുണ്ട്, ആ ഒരു ലെറ്ററിങ്ങൊക്കെ ഉള്ളത് നമ്മൾ അകത്തേക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതൊന്നും ഇല്ലാത്ത ഭാഗങ്ങൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഭാഗം പുറത്തേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും 2 സൈഡിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്കിനി നല്ല രീതിയിൽ ഗ്രീസൊക്കെ തേച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ ഗ്രീസ് തേച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഈസി ആയിട്ട് തന്നെ ഇത് താഴേക്ക് ഇറങ്ങിപ്പോൾ. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടൊന്നും നമ്മൾ തട്ടാൻ പാടില്ല. നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് അതേ സെയിം പീസ് വെച്ചിട്ട് തന്നെയാണ് അടിച്ച് കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ മാലറ്റൊക്കെ വെച്ച് അടിക്കണം. ഇതിപ്പോൾ എന്തായാലും നമുക്ക് അത്ര ഇതായിട്ട് ചെയ്യുന്നില്ല, കാരണം ഈ സൈഡുകളിൽ വളരെ ലൈറ്റായിട്ട് ഞാൻ അടിക്കുന്നുള്ളൂ.
എനിക്ക് അത്ര തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് വളരെ പയ്യനെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇറക്കാം. ഒരുപാട് ഫോഴ്സ് കൊടുത്ത് അടിക്കുകയാണെങ്കിൽ ഈ ബെയറിങ്ങിൻ്റെ ഈ സൈഡും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. അതേപോലെ ഗ്രീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക് ബ്രേക്കിൽ പറ്റി പിടിക്കുന്നത് നല്ല രീതിയിൽ എന്തെങ്കിലും സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ വണ്ടി യൂസ് ചെയ്യാവൂ. അപ്പോൾ എന്തായാലും ഇത് രണ്ട് സൈഡിലും ഇൻസേർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ബെയറിംഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വെച്ച് അടിക്കുന്ന സമയത്ത് താഴെ നമ്മൾ ഈ ഒരു ബബിൾ റാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കും. ഡിസ്ക് ബ്രേക്കിലേക്ക് ഒരുപാട് പ്രഷർ വരാതിരിക്കാനായിട്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ അടിക്കുക. ബെയറിങ് കുറച്ച് ടൈം എടുക്കും ഇറങ്ങാനായിട്ട്, കാരണം നമ്മൾ ഈ സൈഡിലൊക്കെ ഗ്രീസ് തേച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്മൂത്തായിട്ട് ഇറങ്ങിക്കോളും, എന്നാലും കുറച്ചധികം ടൈം എടുക്കും. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഡസ്റ്റ് സീലുണ്ട്. ഇതേപോലെ രണ്ട് ഡസ്റ്റ് സീൽ ഇവിടെ മുകളിൽ ഇങ്ങനെ വരുന്നതാണ്, കവർ ചെയ്ത് വരുന്ന രണ്ട് ഡസ്റ്റ് സീലുകളുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ നമ്മുടെ ഗ്രീസൊക്കെ ഫില്ല് ചെയ്ത് റീഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് റീഫില്ല് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബെയറിംഗ് ഇൻസ്റ്റാളേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഡസ്റ്റ് സീലും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അകത്ത് ഫുള്ളായിട്ട് ഗ്രീസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡയറക്റ്റ് വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഡസ്റ്റ് സീലിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ രണ്ട് മെറ്റലിൻ്റെ ക്യാപ്പ് വരുന്നുണ്ട്. ഈ സൈഡിലും വരുന്നുണ്ട്, അതേപോലെ ഈ സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ അതിലും അത്യാവശ്യം ഗ്രീസൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്സിലും നല്ല രീതിയിൽ തന്നെ ഗ്രീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഡയറക്റ്റ് ഇത് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ വയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഗൈസ്, അപ്പോൾ വീൽ ബെയറിങ്ങിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം യാതൊരു സൗണ്ടും വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തു നിന്നില്ല. നേരത്തെ നമ്മൾ തട്ടുമ്പോൾ നല്ല രീതിയിൽ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ യാതൊരു സൗണ്ടും ഇല്ല. അതുപോലെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ വീൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് പണിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും നമ്മുടെ വീൽ ബെയറിങ് എല്ലാം കൂടി ഉൾപ്പെടെ ഒരു 600 രൂപയോളം ചാർജ് വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ, സൈനിങ് ഓഫ് ബ്ലാക്ക് സ്റ്റാലിയൻ.